വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ വീട് സന്ദർശിച്ച രാഹുൽ ഗാന്ധി. കൊല്ലപ്പെട്ട പോളിന് ചികിത്സ വൈകിയെന്ന് ആവർത്തിച്ച് കുടുംബം. പ്രതിഷേധങ്ങൾ അക്രമാസക്തമാകുന്നത് കാര്യങ്ങൾ സങ്കീർണമാകുന്നുവെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയിറങ്ങി പശുക്കിടാവിനെ കൊന്നു. കേരള സർവകലാശാല സെനറ്റ് യോഗം നിയമപരമെന്ന മന്ത്രി R ബിന്ദു. ഗവർണർ കേരളത്തിന്റെ നേട്ടങ്ങളെ ഇകഴ്ത്തി പറയുന്നുവെന്ന വിമർശനം. പരാതിയുണ്ടെങ്കിൽ ഗവർണർക്ക് കോടതിയെ സമീപിക്കാമെന്നും മന്ത്രി. മുഖ്യമന്ത്രിയുടെ മുഖാഭിമുഖം പരിപാടിക്ക് തുടക്കം. ആദ്യ സദസ്സ് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ. മന്ത്രിമാരും വിദ്യാഭ്യാസ വിദഗ്ധരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്നു. സിറോ മലബാർ സഭയിലെ കുർബാന തർക്കത്തിന് ശമനമില്ല. സംഘർഷത്തെ തുടർന്ന് കോട്ടക്കാവ് മാർ തോമാ പള്ളിയിലെ കുർബാന റദ്ദാക്കി. നടപടി ജനാഭിമുഖ കുർബാനയ്ക്കെതിരെ ഒരു വിഭാഗം രംഗത്തെത്തിയതോടെ മാർപ്പാപ്പയെ അനുസരിച്ചില്ലെങ്കിൽ പുറത്തു പോകണമെന്ന പള്ളി വികാരിയോട് പ്രതിഷേധക്കാർ. കാസർഗോഡ് പെരിയയിൽ കാർ നിയന്ത്രണം വിട്ട് കുഴിയിൽ മറിഞ്ഞ 2 മരണം. മരിച്ചത് ചപ്പാരപ്പടവ് സ്വദേശികളായ രാജേഷും രഘുനാഥും. അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. ദക്ഷിണാഫ്രിക്കൻ മുൻ ഓൾറൗണ്ടർ മൈക്ക് പ്രോക്ടർ അന്തരിച്ചു. അന്ത്യം അസുഖബാധിതനായി ചികിത്സയിലിരിക്കെ.